الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء المرسلين محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. കഴിഞ്ഞ മജ്‌ലിസിൽ നമ്മൾ റിയാദു സാലിഹീനുമായി ബന്ധപ്പെട്ട ആമുഖങ്ങൾ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള ജീവിത ചരിത്രം, അതുപോലെ റിയാദു സാലിഹിൻ്റെ പ്രത്യേകത, ഇതൊക്കെ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. മഹാനവറുകൾ റിയാദു സാലിഹീൻ എന്ന ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന ചാപ്റ്റർ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടതാണ്. ബാബുൽ ഇഖ്ലാസി വഹ്ലാരി നിയ്യ. എല്ലാ അമലുകളും നമ്മുടെ നിർവഹിക്കുന്ന സമയത്ത് അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാകണം, അള്ളാഹുവിൻ്റെ വജ്ഹ് കാംക്ഷിച്ചു കൊണ്ടാകണം എന്നതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഇനി നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. വഅൻ അമീറുൽ മുഅ്മിനീന അബി ഹഫ്സിൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഇലാ ആഖിറിൽ ഹദീസ്. അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ അബു ഹഫ്സിൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നമുക്കൊക്കെ അറിയുന്ന സുപരിചിതനായ മുസ്ലിമീങ്ങളുടെ ഖലീഫയായ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിനെക്കുറിച്ച് നബി ഇമാം ഉദ്ധരിക്കുന്ന സമയത്ത് ആദ്യം ഉപയോഗിച്ച പദം അമീറുൽ മുഅ്മിനീൻ എന്നാണ്, മുഅ്മിനീങ്ങളുടെ തലവൻ എന്ന്. ഖലീഫമാരുടെ കൂട്ടത്തിൽ ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. അബൂ ഹഫ്സിൻ, എന്താ അബൂ ഹഫ്സ് എന്ന് പറഞ്ഞാൽ? സാധാരണഗതിയിൽ അറബികൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് അയാളെ ഒരു ശരിയായ പേരുണ്ടാവും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഒറിജിനൽ പേരുണ്ട്. അതാണ് നമ്മുടെ ഇസ്മു അലം എന്ന് പറയുന്നത്. സെയ്ദ്, ഖാലിദ്, അഹമ്മദ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇസ്മു അലമാണ്. അതിൻ്റെ കൂടെ അറബികൾ എങ്ങനെ ഉപയോഗിക്കും? കുഞ്ഞിയത്ത് എന്ന് ഉപയോഗിക്കും. കുഞ്ഞിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മക്കളിലേക്ക് ചേർത്തിക്കൊണ്ട് നമുക്കൊരു പേരുണ്ടാവും. ഇപ്പോൾ ഒരാൾക്ക് മുഹമ്മദ് എന്ന മകനുണ്ടെങ്കിൽ അയാളിലേക്ക് ചേർത്തിട്ട് അബൂ മുഹമ്മദ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് ആയിഷ എന്നുള്ളൊരു മോളുണ്ടെങ്കിൽ ഇയാൾ അബൂ ആയിഷ എന്ന് വിളിക്കും. പിന്നെ അയാളുടെ സ്ഥാനപ്പേരുണ്ടാവും, ലഖബലം എന്ന് പറയാം. അയാളുടെ വലിയ കീർത്തി കൊണ്ടും അയാളുടെ ദീനിയായ കാര്യങ്ങളുണ്ട്, പല കാരണങ്ങളുടെ പേരിൽ പല സ്ഥാനപ്പേരുകൾ നൽകും. അപ്പോൾ ഇവിടെ അബൂ ഹഫ്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ അബൂ ഹഫ്സിൻ്റെ അർത്ഥം ഹഫ്സിൻ്റെ ഉപ്പ എന്നാണ്. ശരിക്കും ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സ് എന്ന് പറഞ്ഞൊരു കുട്ടിയില്ല. അപ്പോൾ എന്താണ് അബൂ ഹഫ്സ് എന്ന് പറഞ്ഞാൽ? അറബിയിൽ അബൂ ഹഫ്സ് എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ് അർത്ഥം. അത് സിംഹത്തിൻ്റെ പേരാണ് അബൂ ഹഫ്സ് എന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അബൂ ഹഫ്സ് എന്നുള്ള നാമകരണം ചെയ്യപ്പെട്ടു? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രയും ധൈര്യശാലിയും ധീരനുമായിരുന്നു. അപ്പോൾ മഹാനവറുകളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും എല്ലാ അമലുകളും, ശരീരം കൊണ്ട് നിർവഹിക്കുന്ന സർവ്വ അമലുകളും ബിന്നിയാത്ത്, അതിന് അല്ലാഹു തആല പരിഗണിക്കുന്നത്, അതിന് അല്ലാഹു തആല കൂലി നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത് ബിന്നിയാത്ത്, അതിൻ്റെ നീയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഒരാളൊരു അമല് ചെയ്യുമ്പോൾ എന്താണോ അയാൾ കരുതുന്നത് അത് അയാൾക്ക് കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ 2 റക്അത്തുള്ളൊരു നിസ്കാരം, അത് ളുഹറിന് മുമ്പുള്ള സുന്നത്താകാം, ളുഹറിന് ശേഷമുള്ള സുന്നത്താകാം. രണ്ടും കാണാൻ ഒരുപോലെയാണല്ലോ, രണ്ടിൻ്റെ രൂപത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒന്ന് ളുഹറിൻ്റെ മുമ്പുള്ളതാണെന്നും ഒന്ന് ളുഹറിന് ശേഷമുള്ളതാണെന്നും എങ്ങനെ വ്യത്യാസം മനസ്സിലാവും നമുക്ക്? ളുഹറിന് മുമ്പ് നിസ്കരിക്കുമ്പോൾ ളുഹർ മുമ്പുള്ളതാണെന്ന് മനസ്സിലാവും, ശേഷം നിസ്കരിക്കുമ്പോൾ ശേഷമുള്ളതാണെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ ഒരാൾക്ക് ളുഹറിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റിയില്ല, അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? ഫിഖ് പ്രകാരം ളുഹറിന് ശേഷം രണ്ടും മാറ്റി നിസ്കരിക്കാം. അപ്പോൾ ഇത് ഒന്ന് ളുഹറിന് മുമ്പുള്ളതും ശേഷമുള്ളതും എങ്ങനെ വ്യത്യാസപ്പെടും? അത് നീയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ ളുഹറും അസ്റും കാണാൻ ഒരുപോലെയല്ലേ? ഒരു വ്യത്യാസമില്ലല്ലോ. ജഹ്റൻ തിലാവത്തില്ല, ഖുനൂത്തില്ല, ഒന്നുമില്ല. പക്ഷെ വ്യത്യാസപ്പെടുന്നത് നീയത്ത് കൊണ്ടാണ്. ഒരാൾ പണം കൊടുക്കുന്നു. ഈ പണം കൊടുക്കുന്ന സമയത്ത് അയാൾ കരുതുന്നത് ഇത് എൻ്റെ സ്വതക്കയാണ് എന്നാ കരുതുന്നതെങ്കിൽ അയാൾക്കത് സ്വതക്കയായിട്ടാണ് കൂട്ടുക. ഇതേ ആൾക്ക് തന്നെ 25,000 രൂപ സക്കാത്തായിട്ട് കൊടുക്കാനുണ്ടെന്ന് കൂട്ടുക. പക്ഷെ അയാൾ കൊടുക്കുന്ന സമയത്ത് 25,000 തന്നെയാണ് കൊടുത്തത്. പക്ഷെ അയാൾ എന്ത് കരുതിയിട്ടില്ല? ഹാദാ സക്കാത്തു മാലി, ഇതെൻ്റെ സമ്പത്തിൻ്റെ സക്കാത്താണ് എന്ന് കരുതാതെയാണ് കൊടുത്തതെങ്കിൽ അത് അയാളെ സക്കാത്തായിട്ട് പരിഗണിക്കൂല. കാരണം
അമലുകളെ പരിഗണിക്കപ്പെടുന്നത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ എന്താണോ കരുതുന്നത് അത് അവനക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ വിശദീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യനും എന്താണോ കരുതുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അത് അവന് ലഭിക്കും. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു, അയാൾ ആഗ്രഹിക്കുന്നത് എനിക്ക് ജനങ്ങൾക്കിടയിൽ നല്ല പേരുണ്ടാകണം, ജനങ്ങളൊക്കെ എന്നെ വലിയ നല്ല ആളാണെന്ന് പറയണം, അയാൾക്കത് കിട്ടും. അല്ലാഹു തആല അത് ദുനിയാവിൽ തന്നെ കൊടുത്തു തീർക്കും. നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ വകുപ്പുണ്ടാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. ഒരാൾ ഹിജറ ചെയ്തു പോകുന്നത് അള്ളാഹുലേക്കും റസൂലിലേക്കുമാണെങ്കിൽ, ഹിജറ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്നും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അതാണ് ശരിയായ ഹിജറ. ഒറിജിനൽ ഹിജറ എന്ന് പറഞ്ഞതാണ്. അവിടെ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കൽ പ്രയാസമാണ്, ജീവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ സൗകര്യമുള്ള മറ്റൊരു നാട്ടിലേക്ക് അയാൾ പോകുന്നതിനെയാണ് ശറഈൻ്റെ സാങ്കേതിക പദത്തിൽ നമ്മൾ ഹിജറ എന്ന് പറയുന്നത്. ഒരാൾ കച്ചവടത്തിന് വേണ്ടി, കുടുംബത്തിനെ പോറ്റുന്നതിന് വേണ്ടി, അയാൾ ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു. അത് പൂർണ്ണാർത്ഥത്തിൽ ഹിജറ അല്ലെങ്കിലും അതും ഒരു തരത്തിൽ ഹിജറ തന്നെയാണ്. അപ്പോൾ ഇവിടെ ശരിയായ ഹിജറയെ പറ്റിയാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരാൾ ഹിജറ പോകുന്നത് ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തി നേടിക്കൊണ്ടാണെങ്കിൽ ഫഹിജറത്തുഹു ഇലല്ലാഹി വ റസൂലിഹി, അവൻ്റെ ഹിജറ അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ്. അവനിക്ക് ആ ഹിജറ കൊണ്ട് ശരിയായ കൂലി കിട്ടും. ഇനി ഒരാൾ വമൻ കാനത്ത് ഹിജറത്തുഹു ലി ദുന്യ യുസീബുഹ, ഒരാൾ ഹിജറ ചെയ്ത് പോകുന്നത്, അപ്പോൾ ആദ്യത്തെ ഹിജറ എന്നൊക്കെ പറയുന്നത് മക്കത്ത് മദീനത്തേക്കൊക്കെ പോകലായിരുന്നു. അയാൾ കരുതുന്നത് മദീനത്ത് പോയിട്ട് കുറച്ച് നല്ല കച്ചവടം ഒന്ന് ഉഷാറാക്കണം, ആളെ കച്ചവടം ചെയ്യാൻ പറ്റിയ നല്ല മണ്ണ, അല്ലെങ്കിൽ ആടുത്തെ മാർക്കറ്റ് ഉഷാറ, ഏതായാലും ഹിജറ പോകുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് കച്ചവടം കൂടി ഉഷാറാക്കാം. ഇങ്ങനെ ഒരാൾ ഹിജറ ചെയ്ത് പോകുന്നത് ലി ദുന്യ യുസീബുഹ, ദുനിയാവിൻ്റെ എന്തെങ്കിലും സമ്പത്ത് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ, അവിമ്രഅത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലേ, നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ സൗന്ദര്യമുള്ള പെണ്ണ് ആ നാട്ടിലുണ്ടാകും, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ സാമ്പത്തിക ശേഷിയുള്ള കുടുംബ മഹിമയുള്ള സ്ത്രീയൊക്കെ ആ നാട്ടിലുണ്ടാകും, എന്നാൽ പിന്നെ അവിടെ പോയി ഒരു കല്യാണം കഴിക്കാം എന്നൊക്കെ ആഗ്രഹിച്ചു കൊണ്ടാണ് ഒരു മനുഷ്യൻ ഹിജറ ചെയ്തു പോകുന്നതെങ്കിൽ ഫഹിജറത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അയാൾ എന്തും കരുതിയിട്ടാണോ പോയത് അതായിരിക്കും അയാൾക്ക് കിട്ടുക. ശരിയായ ഹിജറയുടെ കൂലി അയാൾക്ക് കിട്ടുകയില്ല. അപ്പോൾ എന്താ ഈ ഹദീസിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ വേണ്ടി പോയാലെന്ന് പ്രത്യേകം പറയാൻ വേണ്ടി കാരണം? ദുനിയാവിൻ്റെ കുറേ കാരണങ്ങളുണ്ടല്ലോ, അതിലെന്താ പ്രത്യേകം സ്ത്രീയെ പരാമർശിക്കാൻ വേണ്ടി കാരണം? അതിനൊരു സംഭവമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ ഉമ്മു ഖൈസ് എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ആലോചിച്ചു. ഉമ്മു ഖൈസിനെ വിവാഹം ആലോചിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഹിജറത്ത് ചെയ്ത് മദീനത്തേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഹിജറ ചെയ്ത് വന്നാൽ ഞാൻ എന്ത് ചെയ്യാം, വിവാഹത്തിന് തയ്യാറാണ്. ശറയ്യായ വിവാഹമാണ് കേട്ടോ, വേറെ ആ സാൻമാർഗിക പ്രവർത്തനമൊന്നുമല്ല. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ സ്ത്രീ വിവാഹം ചെയ്യാൻ വേണ്ടി ഹിജറ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു വിവാഹം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റും, അതിലൊരു തർക്കമില്ല. പക്ഷേ അവിടെ എന്ത് നഷ്ടപ്പെടും? അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളൊരു ഹിജറുണ്ട്, അതിൻ്റെ കൂലി നഷ്ടപ്പെടും. അങ്ങനെ ഈ സഹാബി ഹിജറത്ത് ചെയ്തു, കല്യാണം കഴിച്ചു. പിന്നീട് ഈ സഹാബിക്ക് പേര് വീണു മുഹാജിറു ഉമ്മു ഖൈസിന് വേണ്ടി ഹിജറ ചെയ്ത വ്യക്തി എന്ന പേര് വന്നു. അപ്പോൾ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഹദീസ് വന്നത് എങ്കിൽ പോലും എല്ലാ ആളുകളിലേക്കും ഇത് ബാധകമാണ് എന്നാണ് മുഹദ്ദിസീങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുള്ളയും ഇമാം മുസ്ലിം റഹിമഹുള്ളയുമാണ്. നമ്മൾ ആദ്യത്തിൽ പറഞ്ഞു, നബി ഇമാം പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ എന്ത് ചെയ്യും, അതിനെ തൊട്ടുടനെ പറയും ഇതാരാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന സൂചന നൽകും. അടുത്ത ഹദീസ്, അൻ ഉമ്മിൽ മുഅ്മിനീൻ ഉമ്മി അബ്ദില്ല ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സു ജയ്ഷുനിൽ കഅബ. ഇത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നേരത്തെ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഉമ്മുൽ മുഅ്മിനീൻ. നിങ്ങൾ നോക്കിയിട്ട് സഹാബാക്കളൊക്കെ പേര് പറയുമ്പോൾ എന്തെല്ലാം സ്ഥാനപ്പേരുകളാണ് മഹാന്മാർ പറഞ്ഞത്, കിതാബുകളിൽ രേഖപ്പെടുത്തുക. നേരെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ പോരെ, പക്ഷെ അതിന് പകരം അവരുടെ ലഖബലമാണ് അമീറുൽ മുഅ്മിനീൻ. അതേപോലെ തന്നെ അബൂ ഹഫ്സ് എന്നുള്ള വേറെ വ്യക്തിപരമായ ഒരു സ്ഥാനപ്പേരും കൂടിയാണത്, സിംഹം, പോരാളി എന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ടാണ് പേര് ഉദ്ധരിച്ചത്. ഇവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പറഞ്ഞത് ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഉമ്മയാണ്. എന്താ അങ്ങനെ ഉമ്മ എന്ന് പറയാൻ കാരണം?
അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയം, ഉമ്മ എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം നിഷിദ്ധമായ ആളാണല്ലോ അല്ലേ? ഉമ്മാനെ കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ. ഉമ്മാനെ കല്യാണം കഴിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റൂലേ? ഉമ്മാനെ പറ്റൂലേ? ഉമ്മാൻ്റെ കൂടെ തനിച്ചിരിക്കാൻ പറ്റൂലേ? പറ്റും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കാണാൻ പറ്റും. ഇതൊരു സാങ്കല്പിക വസ്തുവാണ് കേട്ടോ. ഇത് ഇന്ന് അതിന് പ്രായോഗികത ഇല്ല. കാരണം എല്ലാവരും വഫാത്തായി പോയി. വഫാത്തായല്ലോ. അള്ളാഹു നമ്മളെ അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പോൾ ആ വിഷയം പറയുമ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം. അപ്പോൾ കാണാൻ പറ്റുമോ നബി നിങ്ങളുടെ ഭാര്യമാരെ? ഉമ്മ എന്നുള്ള നിലക്ക് കാണാൻ പറ്റൂല. അപ്പോൾ എന്താ ഉമ്മ എന്ന് പറഞ്ഞത്? ഒന്ന് നിക്കാഹ് ഹറാമാണ് എന്ന അടിസ്ഥാനത്തിലാണ്. നിക്കാഹ് കഴിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ജീവിച്ച ഭാര്യമാർ, ആ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇനി മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാനുള്ള അവകാശമില്ല. അതാണ് ഉമ്മ എന്ന സ്ഥാനപ്പേര് കൊടുത്തത്. 2 ബഹുമാനം, ഇഹ്തിറാം. ഉമ്മാക്ക് നമ്മൾ എന്തൊരു ബഹുമാനം കൊടുക്കുമോ ഇതേ ബഹുമാനം അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്കും കൊടുക്കണം. രണ്ടാമത്തെ ആയിഷ ബീവിൻ്റെ വിശദീകരണം പറയാണ് ഉമ്മു അബ്ദില്ല, അബ്ദുല്ലാൻ്റെ ഉമ്മ. നബി തങ്ങൾക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ മക്കളുണ്ടോ? മക്കളില്ല. നബി തങ്ങളുടെ സന്താനമൊക്കെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിലാണ്. പിന്നെ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയിലുമാണ്. അപ്പോൾ ഇങ്ങനെ അബ്ദുല്ലാൻ്റെ ഉമ്മ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് താരിഖിൻ്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഉണ്ടായിരുന്നു അസ്മാ റളിയല്ലാഹു അൻഹ. അസ്മാ റളിയല്ലാഹുക്ക് ഒരു കുട്ടിയുണ്ട്, അബ്ദുല്ല റളിയല്ലാഹു അൻഹു. ഈ അബ്ദുല്ല റളിയല്ലാഹു അൻഹയോട് ആയിഷ ബീവി വല്ലാത്ത സ്നേഹവും കരുതലും പരിഗണനയൊക്കെ ആയതുകൊണ്ട് ആയിഷ ബീവിൻ്റെ കുഞ്ഞിനെ പോലെയാണ് ആളുകൾ പറയാറുള്ളത്. അങ്ങനെ ഉണ്ടാവില്ല, ചില ഇളാമ്മമാർക്കും മൂത്തമ്മമാർക്കൊക്കെ മക്കളില്ലാത്തവരും കൂടിയാണെങ്കിൽ ഭയങ്കരമായ പരിഗണനയായിരിക്കും. ആ അർത്ഥത്തിലാണ് ഉമ്മ അബ്ദില്ല എന്ന പേര് വന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ റിപ്പോർട്ടിങ്ങിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ തങ്ങൾ വല്ലാത്ത ചലനങ്ങൾ നടത്തുകയാണ്. സാധാരണ ഒരാൾ ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ചലനങ്ങളുണ്ട്. അതല്ലാത്ത ഒരു അസ്വസ്ഥതയും ചലനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കുകയാണ് ഉറക്കത്തിൽ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്താ തങ്ങളെ ഇങ്ങനെ സാധാരണഗതിയിലില്ലാത്ത ഒരു അസ്വസ്ഥതയും വെപ്രാളവും? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യഗ്സു ജയ്ഷുൻ അൽ കഅബ, ഒരു സംഘം കഅബ തകർക്കുന്നതിന് വേണ്ടി കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെടും. നിങ്ങൾ പ്രവചിക്കുകയാണ്, ഒരു സംഘം പുറപ്പെടും. എന്നിട്ടോ ഫൈദാ കാനു ബിബൈദാ മിനൽ അർളി, അവർ പുറപ്പെട്ടിട്ട് ഒരു തുറസ്സായ, ഒന്നും ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ മരങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സമതലത്തിൽ അവരെത്തിക്കഴിഞ്ഞാൽ യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, അവരെ എല്ലാ ആളുകളെയും ഭൂമിയിൽ ആഴ്ത്തപ്പെടും. അപ്പോൾ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഹയിൽ അറിഞ്ഞപ്പോഴാണ് നബിതങ്ങൾക്ക് അസ്വസ്ഥതയും ബേജാറും ഉണ്ടായത്. അതാണ് നബിതങ്ങൾ പ്രവചിച്ചത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എല്ലാവരെയും ഭൂമിയിൽ ആഴ്ത്തുന്നാണല്ലോ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, എല്ലാ ആളുകളെയും എന്തിനാണ് ഭൂമിയിൽ ആഴ്ത്തപ്പെടുന്നത്? കാരണം ഒരു സംഘം പോകുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിർബന്ധിക്കപ്പെട്ട് പോയവരുണ്ടാകാം. ഈ സംഘം എന്ത് ലക്ഷ്യത്തിലാണ് പോകുന്നതെന്ന് അറിയാതെ കൂടിയവരുണ്ടാകാം. അപ്പം ഇങ്ങനെ പല ലക്ഷ്യത്തിൽ കൂടിയ ആളുകൾ ഉണ്ടാകുമല്ലോ. എല്ലാ ആളുകളും കഅബ തകർക്കണമെന്ന് ആഗ്രഹിച്ചവരായിരിക്കുകയില്ല. അപ്പോൾ എല്ലാ ആളുകളെയും എങ്ങനെയാണ് ഭൂമിയിൽ ആഴ്ത്തപ്പെടുക? വഫീഹിം അസ്വാഖുഹും, അവരിൽ അവിടെ ചന്തയിൽ നിൽക്കുന്ന ആളുകളും ആ വഴിയോരത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ. ഒമൻ ലൈസ മിൻഹും, ഇവരിൽ പെടാത്ത ആളുകളും ഉണ്ടാകുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, എല്ലാ ആളുകളെയും ആഴ്ത്തും. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമ്പോഴുള്ള പൊതുവായ രീതി അതാണ്. ഒരു നാട്ടിൽ തിന്മ ന്യൂനപക്ഷമാവുകയും നന്മ ഭൂരിപക്ഷമാവുകയും ചെയ്യുമ്പോൾ അള്ളാഹു തആലൻ്റെ അസാബ് പൊടുന്നതിന് ഇറങ്ങൂല. അള്ളാഹു എല്ലാ നാടുകളും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നന്മകൾ അള്ളാഹു വ്യാപിപ്പിക്കട്ടെ. അതിന് അള്ളാഹു നമ്മളെ കാരണക്കാരാക്കട്ടെ. എന്നാൽ ഒരു നാട്ടിൽ തിന്മ ഭൂരിപക്ഷമാവുകയും നന്മ ന്യൂനപക്ഷമാവുകയും ചെയ്താൽ ശിക്ഷ എല്ലാ ആളുകളെയും പിടികൂടും. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, എല്ലാ ആളെയും ഭൂമിയിൽ ആഴ്ത്തപ്പെടും. എന്നിട്ടോ ഈ നിഷ്കളങ്കരായ ആളുകൾ, തെറ്റിൽപ്പെടാത്ത ആളുകളോ, സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, അവരെന്ത് നിയ്യത്തിലാണോ ഉണ്ടായിരുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഖിയാമത്ത് നാളെ വരിക.
അയാളുടെ കൽബിലെ ലക്ഷ്യം കഅബ തകർക്കലായിരുന്നുവെങ്കിൽ, തിന്മയും ഭൂമിയിൽ ഫസാദാക്കലുമാണ് എങ്കിൽ അയാൾ ആ കുറ്റവാളിയായിട്ടായിരിക്കും മഹ്ശറിൽ കൊണ്ടുവരിക. എന്നല്ല, അയാൾ ഇതൊന്നും അറിയാതെ അവിടെ എന്തിനോ വന്ന് ആ വഴിയിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു എങ്കിൽ അയാളെ കുറ്റവാളിയായിട്ട് ആയിരിക്കുകയില്ല ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുക. ഇതുപോലൊരു നാട്ടിൽ ശിക്ഷ ഇറങ്ങുന്നു. ശിക്ഷ ഇറങ്ങുമ്പം തെറ്റ് ചെയ്തവനും അല്ലാത്തവനൊക്കെ പിടിക്കപ്പെടും, എല്ലാ ആളുകളെയും പിടിക്കപ്പെടും. പക്ഷെ അള്ളാഹു തആലയുടെ മുമ്പിൽ ഇവരെ ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ തിന്മയുടെ വക്താക്കളെ കുറ്റവാളികളായിട്ടും നന്മയുടെ വക്താക്കളെ നന്മയുടെ ആളുകളുമായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ എന്താ വിഷയം? നിയ്യത്താണ് വിഷയം. കഅബ പൊളിക്കണം, കഅബയെ നിഷ്ഫലമാക്കണം എന്ന നിയ്യത്ത് വെച്ച് പുറപ്പെട്ട ആളുകൾ അവർ കഅബ പൊളിച്ചിട്ടില്ല. പൊളിച്ചിട്ടില്ലല്ലോ. പക്ഷേ ആ നിയ്യത്തോടു കൂടി പുറപ്പെട്ടപ്പം തന്നെ എന്ത് ചെയ്തു? ശിക്ഷ ഇറങ്ങി. അപ്പോൾ തിന്മക്ക് ഉറച്ച തീരുമാനമെടുത്താൽ ആ തിന്മയുടെ പാതകം ലഭിക്കുമെന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ വേറെ വരും. ഒരാളൊരു ഉറച്ച തീരുമാനം എടുത്ത്, ചിലപ്പോൾ നമ്മളെ മനസ്സിലൊക്കെ പിന്നെ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, നമ്മൾ കൈകൊണ്ട് ആരെയും കൊന്നിട്ടില്ല. അള്ളാഹു നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലും നമ്മളെ ബന്ധപ്പെട്ട ആരെയും അള്ളാഹു എത്തിക്കാതിരിക്കട്ടെ. ഒരാൾ നമ്മൾ കൊന്നിട്ടില്ല. പക്ഷെ നമ്മൾ തലയിൽ പല ആളുകളെയും കൊന്നിട്ടുണ്ട്. നമ്മളെ തലയിൽ പല ആളുകളെയും കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മുടെ ആ ദൗർബല്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അത്രയും ഇമോഷണലി നമ്മൾ വീക്കാകുന്ന ആ മൊമെൻറ്റിലൊക്കെ ചിന്തിച്ചു പോയി എന്തെങ്കിലും ഒന്ന് ചെയ്തേക്കണം തോന്നിപ്പോകാറുണ്ട്. അള്ളാഹു പഠിപ്പിക്കുന്നത് അത് മാപ്പാക്കപ്പെടും, അത് മാപ്പാണ്. പക്ഷേ ഒരാൾ അസ്മ് ചെയ്താൽ, അസ്മ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഉറപ്പിച്ചു ആ പണിക്ക് അയാൾ ഒരുങ്ങിക്കെട്ടി പുറപ്പെട്ടാൽ അയാൾക്ക് ആ പാതകം ചെയ്ത കുറ്റം ലഭിക്കും എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. എന്നാൽ നന്മയെക്കുറിച്ച് ആലോചിച്ചപ്പം തന്നെ അയാൾക്കൊരു നന്മൻ്റെ പ്രതിഫലം ലഭിക്കും. എന്നാൽ തിന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, ഉറപ്പിച്ചു, അയാൾ ചെയ്യേണ്ടാന്ന് തീരുമാനിച്ചാൽ അതിനും ഒരു നന്മ രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ ഇവിടെ കഅബ പൊളിക്കണം എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ഒരു സംഘം പുറപ്പെട്ടു. അതാണല്ലോ യഗ്സു ജയ്ഷു എന്ന് പറഞ്ഞത്. ഒരു സംഘം പുറപ്പെട്ടു വരികയാണ്. അപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ കഅബ തകർക്കാൻ വന്ന കുറ്റവാളികൾ എന്ന സ്ഥാനത്തേക്ക് അവർ അധപ്പതിക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയും ചെയ്തു. അതിൽ നിന്നും അങ്ങനെയൊന്നും നിയ്യത്തില്ലാത്ത ആളുകളെ അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ നന്മയുടെ ആളുകളായി ഉയർത്തപ്പെടുകയും ചെയ്യും എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. ഇവിടെ മറ്റൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നടന്നോ എന്നുള്ളതാണ്. നബിതങ്ങളുടെ പ്രവചനമാണല്ലോ. അതും സഹീഹായ റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഹദീസാണിത്. മുഹദ്ദിസുകൾ പറയുന്നത് കഅബയെ ലക്ഷ്യം വെച്ച് പുറപ്പെടുന്നതാണ് ഹദീസിലുള്ളത്. ചില ആളുകൾ പറഞ്ഞത് കഅബ ലക്ഷ്യം വെച്ച് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ കഅബയിലുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകളെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടതാകാം. അങ്ങനെ പിന്നെ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹുവിനൊക്കെ കഅബയിൽ നിന്ന് പിടിച്ചിറക്കിയിട്ടാണ് കൊല ചെയ്യപ്പെട്ടത് ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലഘട്ടത്തിൽ. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലത്തെ സംഭവം നടന്നിട്ടില്ല. ഈ സംഭവം വരുന്ന വഴിയിൽ ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ഇത് ഇനി ഭാവിയിൽ വരാനിരിക്കുന്നതാണ് എന്നാണ് ഹദീസിൻ്റെ പണ്ഡിതന്മാർ പറയപ്പെട്ടത്. കാരണം അങ്ങനെ ഒരു സംഭവം കഅബയെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ട് വഴിയോരത്ത് വെച്ചിട്ട് ഭൂമിയിൽ ആഴ്ത്തപ്പെട്ട ഒരു സംഭവം താരീഖിൽ ഉള്ളതായിട്ട് ശാരീഹികൾ ആരും ഉദ്ധരിച്ച് കാണുന്നില്ല. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് നബി തങ്ങളുടെ പ്രവചനമാണ്, ഇനി ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് വരാൻ കിടക്കുന്ന ഒരു പ്രശ്നമാണിത് എന്നാണ് മുഹദ്ദിസീങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. وعن عائشة رضي الله عنها أنها قالت قال النبي صلى الله عليه وسلم لا هجرة بعد الفتح ولكن جهاد ونية وإذا استنفرتم فانفروا متفق عليه ومعناه لا هجرة من مكة لأنها صارت دار إسلام. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി തങ്ങൾ പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ആദ്യ കാലഘട്ടത്തിൽ മക്കയിൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് പ്രശ്നത്തിലായിരുന്നു. അവിടുത്തെ സാമൂഹികമായ ചുറ്റുപാടൊക്കെ ബലഹീനമായിരുന്നു. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഹിജ്റത്ത് ചെയ്തു പോവുക എന്നുള്ളതായിരുന്നു. ആരെല്ലാം മുസ്ലിം ആകുന്നുണ്ടോ അവർക്ക് വേറെ ഹിജ്റ ചെയ്യാനുള്ള തടസ്സമൊന്നുമില്ലെങ്കിൽ അവരെങ്ങോട്ടേക്ക് പോകണം? മദീനത്തേക്ക് പോകണം, ഫർളാണ്. ഉസ്റുകളില്ല എങ്കിൽ അവർ ഹിജ്റ ചെയ്തു പോകണം, ഫർളാണ്. എന്നാൽ 8 വർഷങ്ങൾക്ക് ശേഷം മക്ക എന്തായി? ഫത്ഹായി, ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി മക്കയിൽ നിന്നും മദീനത്തേക്കുള്ള നിർബന്ധമായ ഹിജ്റ ഇല്ല, ഇതോടുകൂടി തീർന്നു. കാരണം അന്നഹാ സാറത്ത് ദാറ ഇസ്ലാമിൻ, മക്ക എന്തായി മാറി? ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. അപ്പോൾ ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടിന് നമ്മളിൽ സ്വാധീനമുണ്ട്.
നമ്മുടെ ചുറ്റുപാടിന് നമ്മളിൽ സ്വാധീനമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് തിന്മകൾ നിറഞ്ഞ സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ എത്ര ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ആ തിന്മയുടെ ലാഞ്ചനകൾ വന്നു തുടങ്ങും. നമ്മൾ നോക്കൂ, നല്ല സംസാര ശുദ്ധിയുള്ള ആളുകളെ കൂട്ടത്തിൽ നമ്മളൊരു 2-3 മാസം താമസിച്ച് നോക്കിക്കോ, നമ്മളെ ഭാഷക്കൊരു ശുദ്ധി വരും. കൊളോക്കിയലായ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന, കൊളോക്കിയൽ നല്ല വളരെ ഉൾപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, പ്രാദേശിക ഭാഷ, ആ ഭാഷ ഉപയോഗിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ കുറച്ചു കാലം നിന്ന് നോക്കിയാട്ടെ, നമ്മളെ സംസാരത്തിലും ഭാഷയിൽ പോലും വ്യത്യാസം വരും. പിന്നെ അഖിലാഖിൻ്റെ കാര്യം പറയാനുണ്ടോ? നമ്മുടെ ഇബാദത്തുകളിൽ വ്യത്യാസമുണ്ടാവും, നമ്മുടെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, കൊടുക്കൽ വാങ്ങലുകളിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു താല പറയുന്നത്, നിങ്ങൾ താമസിക്കേണ്ടുന്നത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുന്ന പശ്ചാത്തലങ്ങളിലായിരിക്കണം. നിങ്ങൾ ശ്രമിക്കണം അവിടെ നന്മയുണ്ടാക്കാൻ, നിങ്ങൾ ശ്രമിക്കണം അവരെ നന്മയുടെ ആളുകളാക്കാൻ ശ്രമിക്കണം. പക്ഷെ പറ്റുന്നില്ല, നിങ്ങളും കൂടി ആ മലവെള്ള പാച്ചിലിൽ ഒലിച്ചു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം അവനവൻ്റെ ഈമാൻ രക്ഷപ്പെടുത്താനുള്ള പണിയാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്യാനുള്ള കൽപ്പന നടത്തിയത്. സഹാബാക്കളൊക്കെ ഹിജ്റ ചെയ്തിട്ട് വളരെ കുറച്ച് ആളുകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കാരണങ്ങളുള്ള ആളുകൾക്ക് മാത്രമേ അതിലൊഴിവുള്ളൂ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇനി മക്കം ഫതഹിന് ശേഷം എന്തില്ല? ഹിജ്റത്ത് ഇല്ല. പക്ഷേ വലാകിൻ ജിഹാദുൻ വനിയത്തുൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കലിമ ഉയർന്നു കാണാനുള്ള എന്തെല്ലാം വിധത്തിലുള്ള അധ്വാനങ്ങളും കഠിന പരിശ്രമങ്ങളും ത്യാഗങ്ങളും സമരമുറകളുമുണ്ടോ അതൊക്കെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ദീൻ നിലനിർത്താൻ, സമാധാനം നിലനിർത്താൻ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാകുമോ അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. വനിയത്തുൻ, ഹിജറ മാത്രമേ അസ്തമിച്ച് പോയിട്ടുള്ളൂ, പക്ഷെ നീയത്ത് എപ്പോഴും ബാക്കിയാണ്. എന്താ നീയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നീയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്തെങ്കിലും സാഹചര്യത്തിൽ അള്ളാഹുവിന് വേണ്ടി ഈ നാടിൽ നിന്ന് പോകേണ്ടി വന്നാൽ, മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ദീനിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നു പോയാൽ ഞാനതിന് സന്നദ്ധമാണ്. ആ നീയത്തുണ്ടല്ലോ, ആ നീയത്ത് ഖിയാമത്ത് നാളെ വരെ നിലനിൽക്കും, അതൊരിക്കലും മുറിഞ്ഞു പോവുകയില്ല. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, വലാകിൻ ജിഹാദുൻ വനിയത്തുൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരമുറകൾ. അത് ഈ പറഞ്ഞതുപോലെ സമാധാനം നിലനിർത്താനും സത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെയുള്ള സമരമുറകൾ, അതും നീയത്തും ഖിയാമത്ത് നാൾ വരെ ശേഷിക്കും. വഇദസ്തുൻഫിർതും ഫൻഫിറു, ഇനി നിങ്ങളുടെ മേൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു ഭരണാധികാരി വരികയും അയാൾ ശരീഅത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഒത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിനിറങ്ങാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങുകയും ചെയ്യണം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുള്ള രണ്ടുപേരും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നബി തങ്ങൾ പറഞ്ഞൊരു വാചകം, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ഇനി മക്കയിൽ നിന്നും മദീനത്തേക്ക് എന്തില്ല? ഹിജ്റ, നിർബന്ധ ഹിജ്റ ഇല്ല. ഹദീസിൻ്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇതിൽ ഒരു പ്രവചനം കൂടിയുണ്ട്. എന്താ പ്രവചനം എന്നറിയോ? ഇനി മക്ക ഒരിക്കലും തന്നെ ദാറുൽ കുഫ്ർ ആവുകയില്ല. നബി തങ്ങൾ ഒന്നുമായി ബന്ധിപ്പിക്കാതെയാണല്ലോ പറഞ്ഞത്, ഇനി ഒരു ഹിജ്റ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കില്ല, ഇനി മക്കത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഹിജ്റ പോകേണ്ടി വരികയില്ല എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ. ഇപ്പം മക്കൻ്റെയും മദീനൻ്റെയും പേരുകളൊക്കെ നമ്മുടെ ഹദീസിൻ്റെ താരീഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതുമ്പോൾ പണ്ഡിതന്മാർ എഴുതുന്നൊരു വാക്കുണ്ട്, ഹറസഹുമുല്ലാ, മക്കയും മദീനയും അള്ളാഹു കാവലേർപ്പെടുത്തി രക്ഷപ്പെടുത്തട്ടെ, അമീൻ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്തും കൂടി വെളിവാവുകയാണ്, നബി തങ്ങളുടെ ഒരു പ്രവചനം കൂടിയാണ്. മക്ക എന്താവൂല ഒരിക്കലും, അത് അസത്യത്തിൻ്റെ കേന്ദ്രമായി മാറുകയില്ല എന്നും കൂടി ഈ ഹദീസിൽ ഒരു സൂചന ഉണ്ട് എന്ന് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വനബി അബ്ദില്ലാ ജാബിർ ബിൻ അബ്ദില്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹുമാ ഖാല കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസാത്തിൻ. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം എന്താ പറയുന്നത്? കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസാത്തിൻ, ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. മദീനയിൽ വെച്ചിട്ട് അവസാനം വഫാത്തായ സഹാബിയാണ് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന സഹാബി. അപ്പോൾ തബൂക്ക് യുദ്ധത്തിൽ നബി തങ്ങളുടെ കൂടെയാണ് ഇവരൊക്കെ ഉള്ളത്. അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ പറയുന്നു, ഇന്ന ബിൽ മദീനത്തി ലരിജാലൻ, മദീനയിൽ കുറച്ച് ആളുകളുണ്ട്. മദീനയിൽ തബൂക്കിലേക്ക് ഇവർ യാത്ര ചെയ്ത് പോയതാണ്, പക്ഷേ യുദ്ധം നടന്നിട്ടില്ല, അവർ തിരിച്ചു വന്നു. മദീനയിൽ ചില ആളുകളുണ്ട്,
മാ സിർത്തും മസീറൻ, നിങ്ങൾ ഏതൊക്കെ വഴികളിൽ കൂടി യാത്ര ചെയ്താലും, വലാ ഖതഅത്തും വാദിയൻ, നിങ്ങൾ ഏതൊക്കെ മലഞ്ചെരിവുകൾ വിട്ടുകടന്നാലും, ഇല്ലാക്കാനുമാക്കും, അവരൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവർക്ക് നിങ്ങളുടെ കൂടെ പുറപ്പെടണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, അതിയായ ആഗ്രഹം. പക്ഷേ ഹബസഹുമുൽ മറളു, അവർ രോഗം പിടികൂടി, രോഗം തടഞ്ഞു വെച്ചു. രോഗം കാരണത്താൽ അവർക്ക് ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് അവരുടെ നീയത്തിൻ്റെ പേരിൽ നിങ്ങൾക്കും കിട്ടുന്ന കൂലി പോലെ അവർക്കും കിട്ടും. മറ്റൊരു റിപ്പോർട്ടിൽ ഇല്ല ശരിക്കൂക്കും ഫിൽ അജ്ർ, കൂലിയിൽ നിങ്ങളും അവരും പങ്കാളികളാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ആലോചിക്കട്ടെ, ലോകത്ത് എന്തെല്ലാം ദീനിൻ്റെ നന്മകൾ നടക്കുന്നുണ്ടോ, ചെറുതും വലുതുമായ എന്തെല്ലാം സംരംഭങ്ങൾ. ഇപ്പോൾ നമ്മളൊരു നന്മനെക്കുറിച്ച് കേൾക്കുമ്പോൾ, ദീനിയായ ഒരു തഹരീക്കിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, പടച്ചോനെ എനിക്കതിൻ്റെ ഭാഗവക്കാകാനൊന്നും പറ്റിയില്ലല്ലോ, പല തടസ്സങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഞാനും അതിൻ്റെ ഭാഗവക്കാകും എന്നൊക്കെ നമ്മൾ നിയത്ത് ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന ഒരു നന്മയുടെ പ്രതിഫലത്തിൻ്റെ ഓഹരി നമുക്കും കിട്ടുമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. ഇതുപോലെ തിന്മയിലും കിട്ടും. ഒരു സ്ഥലത്ത് തിന്മ നടക്കുന്നു, നമ്മളൊക്കെ പടച്ചോനെ നമ്മക്കതൊന്നും പറ്റിയില്ലല്ലോ, നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ, നമുക്ക് അങ്ങനൊന്നൊരു അവസരം കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ അവർ തെറ്റ് ചെയ്ത കൂട്ടത്തിൽ 8ാം പ്രതിയായിട്ടും 9ാം പ്രതിയായിട്ട് ആരുണ്ടാവും? നമ്മളുണ്ടാവും. അപ്പോൾ നോക്കൂ, ഒരു ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമാനുസൃതമായിട്ടുള്ള ഒരു ഖിതാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു ധർമ്മസമരം, ആ സമരത്തിൽ പോലും പങ്കെടുത്ത ആളുകൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള കൂലി കിട്ടാനുള്ള കാരണം അവരുടെ ഹൃദയത്തിലെ ഈമാനാണ്, അവരുടെ ഹൃദയത്തിലെ നീയത്താണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. وعن أبي يزيد معن بن يزيد بن الأخنس رضي الله عنهم وهو وأبوه وجده صحابي. അബൂ യസീദ് എന്നവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാല, അദ്ദേഹം പറയുന്നു, കാന അബി യസീദു അഖ്റജ ദനാനീറ യതസദ്ദഖു ബിഹാ. എൻ്റെ വാപ്പ യസീദ്, അദ്ദേഹം എന്താ ചെയ്തത്? അഖ്റജ ദനാനീറ, മൂപ്പർത്ത് കുറച്ച് സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഖജനാവിൽ നിന്ന്, ഭണ്ഡാരത്തിൽ നിന്ന് ആ ദീനാർ എടുത്തു. ഫവലാഹ ഇൻദ റജുലുൻ ഫിൽ മസ്ജിദി, പള്ളിയിലുള്ള ഒരാളടുക്കൽ പോയിട്ട് ഏൽപ്പിച്ചു. നിങ്ങൾ എന്ത് ചെയ്യണം? ആവശ്യക്കാർക്ക് ഈ ദീനാർ നിങ്ങൾ സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു. അപ്പം ഉപ്പ കൊണ്ടുവച്ചത് ആര് കണ്ടു? മകൻ കണ്ടു. മകൻ നോക്കുമ്പോൾ വാപ്പ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല കെട്ടുകൊണ്ട് പോയിട്ട് ഒരാളെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യക്കാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഉപ്പ പോയപ്പോൾ ഫജിത്തു, ഞാൻ നേരെ മൂപ്പുറത്ത് പോയി. ആരടുത്ത്? വാപ്പ പൈസ ഏൽപ്പിച്ച ആളടുത്ത്. ഫഅഖദ്തുഹ, മൂപ്പരെ കയ്യിൽ നിന്ന് വാങ്ങി. ഉപ്പ ആവശ്യക്കാർക്ക് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്, എനിക്ക് ആവശ്യമുണ്ട്, ഇങ്ങ് തന്നേക്ക് എന്നിട്ട് വാങ്ങിച്ചു. ഫഅതൈതുഹു ബിഹാ, നേരെ ഉപ്പാൻ്റെ അടുത്ത് വന്നു. ഉപ്പാൻ്റെ അടുത്ത് വന്നു, സംഗതി പറഞ്ഞു. വാപ്പ പറഞ്ഞു, വല്ലാഹി മാ ഇയ്യാക, ഞാൻ എനിക്ക് തരണമെന്ന് നിയത്താക്കിയിട്ടല്ല അയാൾക്ക് കൊടുത്തത്, വേറെ ഏതെങ്കിലും ആവശ്യക്കാരൻ. നീ മകനല്ലേ, ഇനി പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പുള്ള മകനാണെങ്കിൽ നിനക്ക് ചെലവിനേരിൽ എൻ്റെ ബാധ്യതയാണ്. ഇനി പ്രായപൂർത്തിയെത്തി നീ ജോലി ചെയ്യുന്നവനാണെങ്കിൽ പോലും വാപ്പാന്നുള്ളൊക്കെ ഞാൻ മറ്റു രീതിയിൽ നിന്നെ സഹായിക്കാം. ഇത് നിനക്ക് തരാൻ വേണ്ടിയിട്ടല്ല, മാ ഇയ്യാക്കറത്തോ, നിന്നെ ഉദ്ദേശിച്ചിട്ടല്ല ഞാനിത് വെച്ചത് എന്ന് പറഞ്ഞ തർക്കത്തിലായി ഈ വിഷയം. മകൻ പറഞ്ഞു, നിങ്ങൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ആവശ്യക്കാരന് കൊടുക്കണം, ഞാൻ ആവശ്യക്കാരനാണ്. ഫഹാസം തുഹു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വിഷയം പറഞ്ഞു. തർക്കം എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലകമാ നവൈത യാ യസീദ്. അപ്പോൾ യസീദാണ് ഉപ്പ. യസീദേ, നിങ്ങളെന്താ കരുതിയത്? നിങ്ങളുടെ നിയത്ത് എന്തായിരുന്നു? ആവശ്യക്കാരന് കൊടുക്കണം. അക്കൂലി നിങ്ങൾക്ക് കിട്ടി. വലക മാ അഖദ്ത യാ മഅൻ, മകനോട് പറഞ്ഞു, മകനെ നീ എടുത്തതുണ്ടല്ലോ എനിക്കുള്ള തന്നെ. അപ്പോൾ ഇവിടെ എന്താ കാര്യം? ഇദ്ദേഹത്തിൻ്റെ നിയത്ത് എന്തായിരുന്നു? ഒരു മുഹ്താജിന്, ആവശ്യക്കാരന് കൊടുക്കണം. അത് മകനല്ലാത്ത എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മകൻ ഒഴിവായി പോകുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പറയാത്ത സ്ഥിതിക്ക് ഇത് കിട്ടി. അപ്പോൾ നോക്കൂ, സ്വന്തം ബന്ധത്തിലുള്ള ആൾക്ക് പോലും കൊടുക്കുമ്പോൾ അവിടെ സദഖൻ്റെയും മറ്റു നിയത്ത് വെക്കുകയാണെങ്കിൽ നമുക്കതിൽ സവാബ് ലഭിക്കും എന്ന് തന്നെയാണ് ഈ ഹദീസൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓരോ ചെറിയ അമലുകളിലും നമ്മൾ നീയത്തുകളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീയത്തിൽ വന്നിരിക്കുന്നതായ വീഴ്ചകളൊക്കെ അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കും.